ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ മെയ് 16-ാം തീയതി മലയാളത്തിൽ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ, യോഗി ബാബു തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ജയഹി എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ അടുത്ത മലയാളത്തിലെ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ്. സിനിമയുടെ റിലീസിന് മുന്നോടിയായി അവസാന വീഡിയോ കണ്ടന്റ് ആയിട്ട് ഇപ്പോഴത്തെ റിലീസ് ടീസർ കൂടി ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുകയാണ്. അടുത്തൊരു മികച്ചൊരു വീഡിയോ കണ്ടന്റാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്ന് റിലീസ് ടീസറായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പൃഥ്വിരാജ് ഒരു സൈക്കോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ആ ടീസർ കാണുമ്പോൾ വ്യക്തമാകുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ പ്രീസെൽ കളക്ഷൻ റിപ്പോർട്ട്, കൂടാതെ സിനിമയുടെ ആദ്യ പ്രദർശനം എപ്പോൾ ആരംഭിക്കും, സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ, അഭിപ്രായങ്ങളെല്ലാം തന്നെ എപ്പോൾ പുറത്തുവരും തുടങ്ങിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ ആ പ്രിവ്യൂ ഷോ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടിന് പോസിറ്റീവാണ് ലഭ്യമായിരിക്കുന്നത്. ഒരു തരത്തിലും സിനിമ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നാളെ നിരാശപ്പെടുത്തില്ല. അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ടെല്ലാം തന്നെയാണ് സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടേതായിട്ട് ഇതുവരെ പുറത്തു വന്ന വീഡിയോ കണ്ടന്റുകളിൽ K4 കല്യാണം എന്ന ഇന്നലെ പുറത്തു വന്ന ഒരു അടിച്ചുപൊളി ഗാനം എന്ന പേരിൽ പുറത്തു വന്ന ഗാനമാണ് നിലവിൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സിനിമ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല. പ്രിവ്യൂ ഷോ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ പൃഥ്വിരാജിന് കൂടി മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുമെന്ന് പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. ബാക്കിയെല്ലാം തന്നെ നാളെ അറിയാനായിട്ട് കഴിയും. ഇതിനിടയിൽ സിനിമയുടെ ആദ്യ പ്രദർശനം രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിലായിരിക്കും കേരളത്തിലെ തിയേറ്ററുകളിൽ ആരംഭിക്കപ്പെടുക. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടെ തന്നെ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നതാണ്. ഇതിനിടയിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 65 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 80 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ അല്പസമയം മുന്നേ രാത്രി 8 മണിയോടെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,08,00,000 മുകളിൽ സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. വമ്പൻ ഹൈപ്പിലേക്കൊന്നും തന്നെ സിനിമ പോയിട്ടില്ല എങ്കിൽ പോലും വളരെ മികച്ചൊരു കേരള പ്രീസെയിൽ ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 1.5 കോടിയിലേക്ക് ഇനി ഫൈനൽ കേരള പ്രീസെയിൽ ഗ്രോസ് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും ആദ്യ ദിവസം സിനിമ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ അടുത്ത വമ്പൻ ബോക്സ് ഓഫീസ് തരംഗ സിനിമയായിട്ട് ചിത്രം മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജനഗണമനയ്ക്ക് ശേഷം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന പൃഥ്വിരാജിന്റെ മലയാളം സിനിമ കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. കാത്തിരിക്കൂ സിനിമയുടെ നാളത്തെ വാർത്തകൾ അറിയാനായിട്ട്.